ഹലോ ഹായ് വണക്കം മക്കളെ വണക്കം. അങ്ങനെ ഇന്ന് ഗഗനചാരി എന്ന സിനിമയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. സിനിമ ഓൾറെഡി കണ്ടതാണ്. റിലീസ് ആവുന്നതിന്റെ അന്ന് റിവ്യൂ ഇടാന്ന് തന്നെയാണ് കരുതിയിരുന്നത്. സിനിമയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു പോസ്റ്റ് അപ്പോക്കാലിപ്റ്റിക് കേരളമാണ് കാണിക്കുന്നത്. ഒരു ഏലിയൻ സെറ്റപ്പിലൊക്കെയുള്ള ഏലിയൻസ് ഒക്കെ നമ്മുടെ കേരളത്തിൽ വന്ന് അടിച്ചു പൊളിക്കുന്ന ഒരു സ്ഥലം, അങ്ങനെ ആക്കി മാറ്റിയിരിക്കുന്ന ഒരു കേരളം എങ്ങനെയിരിക്കും? തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെയുള്ള ഒരു കോൺസെപ്റ്റ് മലയാള സിനിമകളിൽ ഉണ്ടാവുമോ എന്നുള്ളൊരു ചോദ്യം നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെയുള്ള ഉത്തരങ്ങളാണ് ഇതുപോലെയുള്ള സിനിമകൾ. മുൻപൊരിക്കലും ഇതുപോലെ ഒരു ഏലിയൻ ഇൻവെൻഷൻ ആയിട്ടുള്ള ഒരു സിനിമ നമ്മുടെ മലയാളത്തിൽ വന്നിരുന്നു. പക്ഷെ അന്ന് അധികം ആരും അതിനെ ശ്രദ്ധിച്ചില്ല. അത് നമ്മുടെ ബ്രഹ്മയുഗത്തിന്റെ സംവിധായകനായിട്ടുള്ള രാഹുൽ സദാശിവന്റെ റെഡ് ട്രെയിൻ എന്ന് പറയുന്ന മൂവിയായിരുന്നു. അന്ന് അതിനത്ര സ്വീകാര്യത കിട്ടാതെ പോയത് വളരെ നഷ്ടമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എനിവേ, ഗഗനചാരിയിലേക്ക് വരുമ്പോഴത്തേക്ക് ഇതൊരു ഏലിയൻ സിനിമയാണ് അല്ലെങ്കിൽ ഏലിയൻ ഇൻവെൻഷൻ ഉള്ള ഒരു സിനിമയാണെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ അതിനെ ഒരു സീരിയസ് സെറ്റപ്പ് ആയിരിക്കും നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. നമ്മുടെ തനി മലയാളിത്തം എന്താണ്, അല്ലെങ്കിൽ മലയാളികൾ എങ്ങനെയാണ്, അതിനെ കാണുമ്പോഴത്തേക്ക് നമുക്കിപ്പോ ഒരു ഏലിയൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് പുച്ഛം തോന്നുന്ന ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ടല്ലോ, ആ രീതിയിലൊക്കെ കൊണ്ടുവന്ന് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ സിനിമയുടെ ഒരു ത്രൂ ഔട്ട് രീതി എന്ന് പറയുന്നത് ഒരു മോക്യുമെന്ററി സെറ്റപ്പിലാണ്. ആ മോക്യുമെന്ററി സെറ്റപ്പിൽ നിന്നുകൊണ്ട് അതിനെ ത്രൂ ഔട്ട് ഫണ്ണായിട്ടാണ് ഈ സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ഏലിയൻ വന്ന് അങ്ങനെ ചെയ്യും, അല്ലെങ്കിൽ ഏലിയൻ വന്ന് ഇപ്പൊ നമ്മൾ ഹോളിവുഡ് സിനിമകളിലൊക്കെ കാണുന്ന പോലെ ഏലിയൻ വന്ന് കടിച്ചു പറിച്ചിട്ട് പോകുക അല്ലെങ്കിൽ അള്ളിപ്പിച്ചിട്ടൊക്കെ പോകുന്നൊക്കെയുള്ള വിചാരത്തിന് അപ്പുറത്തേക്ക് ഏലിയൻസ് വേറൊരു തരത്തിൽ ഉണ്ടാവാം എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. അതിനെ ഭയങ്കര രസകരമായിട്ടാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സിനിമയിലെ ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് ഇതിലെ റൈറ്റിംഗ് ആണ്. അത് മനോഹരമായിട്ട് ചെയ്തതുകൊണ്ട് തന്നെയാണ് ഈ സിനിമ ടോട്ടലി എൻഗേജ്ഡ് ആയിട്ട് നമുക്കിരുന്ന് കാണാൻ പറ്റുന്നത്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായി ഇതൊരു വേറെ ലെവൽ സിനിമയാണ്. സിനിമയുടെ സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിങ് വരേക്കും ആ ഒരു ഫൺ ട്രാക്കിൽ പിടിച്ചുകൊണ്ട് ലെയർ ബൈ ലെയർ ആയിട്ട് പറയാനുള്ള കാര്യങ്ങൾ നന്നായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വാറൻ ലവ്, മണിച്ചിത്രത്താഴ്, ഇങ്ങനെയൊക്കെയുള്ള പല സിനിമകൾ, അതായത് വേരിയസ് ആയിട്ട് നിൽക്കുന്ന പല സംഭവങ്ങളിലുള്ള സിനിമകൾ, കൾട്ട് സിനിമകളെയും മലങ്കൾട്ട് സിനിമകളെയും അതുപോലെ തന്നെ ലെജൻഡറി സിനിമകളെയൊക്കെ ഒന്നിപ്പിച്ചിട്ട് പലയിടങ്ങളിലും അതിനെ കറക്റ്റായിട്ട് കണക്ട് ചെയ്ത് പ്ലേസ് ചെയ്ത് കൊണ്ടുപോകുന്നൊരു സെറ്റപ്പ് ഉണ്ട്. അത് അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇനി സിനിമയിലെ മറ്റൊരു പ്രധാന ഘടകം എന്ന് പറയുന്നത് ഇതിലെ പെർഫോമൻസുകളാണ്. ഇതിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് ഗണേഷ് കുമാർ, ഗോകുൽ സുരേഷ്, അജു വർഗീസ്, അനാർക്കലി മരക്കാർ, ജോൺ, ഇങ്ങനെ പറയുന്ന വളരെ കുറച്ച് ആൾക്കാരാണ്. പിന്നെ രാഘവനുണ്ട്. രാഘവനെ നിങ്ങൾ സിനിമയിൽ കണ്ട് മനസ്സിലാക്കിയാൽ മതി. അങ്ങനെ എന്താണെങ്കിലും സിനിമയിൽ ഇത്രയും വളരെ ചുരുങ്ങിയ കഥാപാത്രങ്ങൾ, വളരെ ചുരുങ്ങിയ കഥാപശ്ചാത്തലം, ഒരു ഒന്ന് രണ്ട് മുറികൾ അത്രയും കൂട്ടിയാൽ മതി. അങ്ങനെയുള്ള വളരെ കുറച്ച് സ്ഥലത്ത് മാത്രം നടക്കുന്ന ഒരു കഥ. ഈ കഥയ്ക്കുള്ള ഒരു സെറ്റപ്പ് നമ്മൾ ഇങ്ങനെയൊക്കെ ആയിരിക്കുമോ 2040-കളിൽ, അല്ലെങ്കിൽ 2050-കളിൽ, അല്ലെങ്കിൽ 2100-ലൊക്കെ നമ്മൾ ഇങ്ങനെയൊക്കെ ആയിപ്പോവോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പിക്കുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. അത് വളരെ രസകരമായിട്ട് ചെയ്തിട്ടുണ്ട്. ആർട്ട് വർക്കും ഒപ്പം പറയണം. അതുപോലെ തന്നെ പെർഫോമൻസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എന്നെ നന്നായിട്ട് വ്യത്യാസം വന്നു എന്ന് തോന്നിയത് ഗോകുൽ സുരേഷിൻ്റെതാണ്. കാരണം അദ്ദേഹം ഇതുവരെ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങൾക്കൊക്കെ ഒരു പ്രത്യേക രീതി ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ മാറി ഒരു ടോട്ടൽ തമാശ കൈകാര്യം ചെയ്യുന്ന ഒരു കഥാപാത്രത്തെ അദ്ദേഹം ഈ സിനിമയിൽ നൈസായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇമോഷൻസിന് അത്യാവശ്യം നല്ല പ്രാധാന്യം ചിലയിടങ്ങളിൽ വരുമ്പോൾ അതും നന്നായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. സോ ടോട്ടലി ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥാപാത്രം അദ്ദേഹം ഈ സിനിമയിലൂടെ നന്നായിട്ട് അവതരിപ്പിച്ചു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അജു വർഗീസ് തന്റെ കഥാപാത്രം നന്നായിട്ട് തന്നെ ചെയ്തു. ഒരു ഫൺ ട്രാക്ക് പിടിക്കുന്ന ഒരു വൈബാണ്. അപ്പൊ ആ വൈബിനനുസരിച്ച് പുള്ളിക്കാരനെ അങ്ങ് കൊണ്ടുപോയിട്ടുണ്ട്. ഈ സിനിമയിലെ ഷോ സ്റ്റീലർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗണേഷ് കുമാറാണ്. ഒരു രക്ഷയില്ല. പുള്ളിക്കാരൻ നല്ല അടിപൊളിയായിട്ട് ഫുൾ ഫൺ മോഡിൽ നിന്നുകൊണ്ട് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുക. അതിന് കൊടുക്കുന്നൊരു ഭാഷ്യമുണ്ട്. ആ ഭാഷ്യം സ്റ്റൈലിലൊക്കെ വെച്ചിട്ട് ചില തെള്ളുകൾ അടിച്ചു വിടുക, ഇതൊക്കെ ഭയങ്കര രസമാണ്. അതൊക്കെ നൈസായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതുപോലെ തന്നെ മലയാളിയുടെ ആ ഒരു സെറ്റപ്പിലുള്ള സംസാര ശൈലികൾ മാത്രമാണ് ഇതിനകത്ത് കൊണ്ടുപോയിരിക്കുന്നത്. പിന്നെ അനാർക്കലി മരക്കാർ തന്നെ ആദ്യത്തെ സിനിമയിൽ ഒരു ഊമയായിട്ടാണ് വന്നത്. അങ്ങനെ അതിൽ നിന്ന് വന്ന അനാർക്കലി മരക്കാർ മലയാളത്തിൽ തൻ്റെതായിട്ടുള്ള ഒരു സ്ഥാനം ഉണ്ടാക്കിയെടുക്കുന്നതിന്റെ ഒപ്പം തന്നെ നല്ലൊരു ആക്ട്രസ് ആയിട്ടും മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ഓരോ സിനിമകളിലും അവർ നന്നായിട്ട് അവരുടെ പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട്. ഈ സിനിമയിലേക്ക് വരുമ്പോഴത്തേക്ക് ഒന്നാമത്തെ സിനിമയിലെ ആനന്ദത്തിലെ പോലെ തന്നെ ഇവർക്ക് സംസാരിക്കാനൊന്നുമില്ല. പക്ഷെ ഇവർക്ക് സംസാരിക്കുന്നത് മറ്റൊരാളാണ്. അപ്പോ അതൊന്നും ഞാൻ എടുത്തു പറയുന്നില്ല. അതൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു ജസ്റ്റ് ചെറിയ ചെറിയ സ്പോയിലേഴ്സ് ആയിപ്പോ. പക്ഷെ എന്താണെങ്കിലും ചുണ്ടനക്കാതെ ഡയലോഗുകൾ പറയാതെ പെർഫോം ചെയ്യുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ആ കാര്യത്തിൽ അനാർക്കലി നന്നായിട്ട് വിജയിച്ചിട്ടുണ്ട്. നന്നായിട്ട് ആ ഒരു ഏലിയമ്മ ഏലിയൻ ആ ഒരു കഥാപാത്രത്തിനെ പെർഫോം ചെയ്തിട്ടുണ്ട്. നിങ്ങളെ പൊളിയാണ്. സൂപ്പർബായിട്ട് നിങ്ങളെ കഥാപാത്രത്തെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അപ്പോ ഇനി ഇതിനകത്ത് മറ്റൊരു ഘടകം കൂടെ എടുത്തു പറയുന്നുണ്ട്. അത് ഇതിലെ മ്യൂസിക് ഡയറക്ടറാണ്.
ശങ്കർ ശർമ്മയാണ് സിനിമയ്ക്ക് വേണ്ടിയിട്ട് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. മച്ചാന്റെ വൈബ് മ്യൂസിക്കാണ്. കാരണം ഈ സിനിമയ്ക്ക് ഏത് ട്രാക്കാണോ ആവശ്യം ആ ട്രാക്കിന് അനുസരിച്ചിട്ടുള്ള മ്യൂസിക് കണക്ട് ചെയ്ത് കൊണ്ടുപോവുക, അതിനെ ബ്ലെൻഡ് ചെയ്ത് രസകരമായിട്ട് നിർത്തുക, അരോചകമാക്കാത്ത രീതിയിൽ അതിനെ നൈസായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. സോ ടോട്ടലി ഈ സിനിമ ഒരു നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു വൈബായിരിക്കും. അതായത് മലയാള സിനിമയിൽ ഇതുവരെ ഇങ്ങനെ ഒരു ട്രാക്ക് പിടിച്ചിട്ടൊരു സിനിമ വന്നിട്ടില്ല. അതിനെ ആ ഒരു സ്വീകാര്യതയോടുകൂടി ആ സിനിമയെ നിങ്ങൾ സമീപിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു വൈബ് കിട്ടുന്ന ഒരു വേറെ ലെവൽ സിനിമയായിരിക്കും. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഗോകുൽ സുരേഷ് ഓൾറെഡി ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഫ്രാഞ്ചൈസിയിലൊക്കെ സിനിമ പ്ലാൻ ചെയ്യാൻ പദ്ധതി ഉണ്ടെന്ന്. അപ്പോ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് മണിയൻ ചിറ്റപ്പൻ വരുന്നുണ്ട്. മണിയൻ ചിറ്റപ്പൻ വരികയാണെന്നുണ്ടെങ്കിൽ അതും രസകരമായിരിക്കും. അങ്ങനെ ഓരോരോ കഥാപാത്രങ്ങൾ, അതായത് മേ ബി എനിക്ക് തോന്നുന്നു നമ്മുടെ MCUലൊക്കെ പറയുന്ന പോലെ ഓരോ കഥാപാത്രങ്ങൾ അവിടെ ഇവിടെയൊക്കെ പറയുന്നുണ്ട്. ഇവരൊക്കെ മേ ബി വരികയാണെന്നുണ്ടെങ്കിൽ ഭാവിയിൽ നമുക്കും ഒരു അവഞ്ചേഴ്സ് അല്ലെങ്കിൽ ഒരു മൾട്ടിവേഴ്സിലുള്ള ഫൈറ്റ് ഇങ്ങനെയൊക്കെയുള്ള കുറെ സാധനങ്ങൾ കാണാം. അതെല്ലാം ഫൺ മൂഡിൽ കൂടെ വരികയാണെന്നുണ്ടെങ്കിൽ അത് അതിനേക്കാളും വൈബായിരിക്കും. എനിവേ, ഗഗനചാരി എന്ന് പറയുന്ന ഒരു സിനിമ ഒരു ടോട്ടൽ എന്റർടൈനർ മൂവിയാണ്. വേറെ ലെവൽ ഒരു ടൈപ്പാണ്. ലെയർ ബൈ ലെയർ ആയിട്ട് സ്റ്റോറി പറയുകയും അതിനോടൊപ്പം തന്നെ കൾട്ടായിട്ടുള്ളയും മലങ്കൾട്ടായിട്ടുള്ളയും സിനിമകളെയൊക്കെ ട്രോൾ ചെയ്യുകയും സ്വന്തമായിട്ട് തന്നെ ട്രോൾ ചെയ്യുകയും സ്പൂഫ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ള എല്ലാ കാറ്റഗറിയിലും ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു സിനിമ. സോ പ്രേക്ഷകരാണ് ഈ സിനിമയ്ക്ക് വിധി നിർണ്ണയിക്കേണ്ടത്. അവര് തീർച്ചയായിട്ടും ഈ സിനിമ കാണുകയാണെന്നുണ്ടെങ്കിൽ, സപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇനിയും ഇതുപോലത്തുള്ള പരീക്ഷണ ചിത്രങ്ങൾ മലയാള സിനിമയിലേക്ക് ഇനിയും ഉണ്ടാകണം. അതുപോലുള്ള പ്രൊഡ്യൂസേഴ്സിന് നമ്മൾ തീർച്ചയായിട്ടും ഇത്തരത്തിൽ നല്ല സിനിമകളെ മാക്സിമം സപ്പോർട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഇനിയും ഇതുപോലത്തുള്ള സിനിമകൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. തീർച്ചയായിട്ടും നമുക്ക് നല്ല നല്ല സിനിമകളാണ് വേണ്ടത്, അത് ഇനിയും ഉണ്ടാവണം. അപ്പോൾ തിയേറ്ററിൽ പോവുക, ഗഗനചാരി എന്ന് പറയുന്ന ഒരു സിനിമ കണ്ടു നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഇൻ ഷോർട്ട് മല്ലു ഈ സിനിമയ്ക്ക് കൊടുക്കുന്ന റേറ്റിംഗ് 3.5 ഔട്ട് ഓഫ് 5 ആണ്. അഭിപ്രായങ്ങൾ വ്യക്തിപരമാണ്. സിനിമ തിയേറ്ററിൽ തന്നെ കണ്ട് വിലയിരുത്തുക. നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് കൂടെ രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പൊ പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും